നിങ്ങളിങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതായത് ആന്റി ഗ്രാവിറ്റിയും ബ്ലെൻഡറും കണക്ട് ചെയ്ത് 3D മോഡൽസ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ക്ലൗഡ് എയും യൂണിറ്റിയും കണക്ട് ചെയ്ത് ഗെയിംസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ ടൂളിനെ കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഡീപ്പായി അറിഞ്ഞിട്ടോ അല്ല, ജസ്റ്റ് കണക്ട് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്താണ്. എന്നാൽ ഈ ടൂൾസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. ബട്ട് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് കണക്ഷൻ ആണ്. കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. MCP മോഡൽ കണ്ടക്സ്റ്റ് പ്രോട്ടോകോൾ, ഇതാണ് നമ്മുടെ AI ടൂളും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലെൻഡർ, ഫിഗ്മ, യൂണിറ്റി ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. 2024 ആന്ത്രോപിക് ആണ് ഈ ഒരു MCP പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഡെമോ പോലെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ യൂണിറ്റി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിറ്റിയും ആന്റി ഗ്രാവിറ്റിയും എങ്ങനെ MCP ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. MCP for യൂണിറ്റി എന്ന് സെർച്ച് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഗിറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റാളേഷൻ ലിങ്ക് കിട്ടും, അതും കോപ്പി ചെയ്യണം. എന്നിട്ട് യൂണിറ്റിയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ വിൻഡോക്കകത്ത് പാക്കേജ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് പാക്കേജ് മാനേജർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇൻസ്റ്റാൾ പാക്കേജ് ഫ്രം ഗിറ്റ് URL സെലക്ട് ചെയ്ത് ആ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളിന് ശേഷം വിൻഡോക്കകത്ത് MCP for യൂണിറ്റി ക്ലിക്ക് ചെയ്ത് ടോഗിൾ MCP വിൻഡോ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ സ്റ്റാർട്ട് സെർവറും കോൺഫിഗറും ഓൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ സെയിം ഫോൾഡർ ആന്റി ഗ്രാവിറ്റിയിൽ ഓപ്പൺ ചെയ്ത് റൈറ്റിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് MCP സെർവർ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് മാനേജ് MCP സെർവർ ഓപ്പൺ ചെയ്ത് കൺഫിഗറേഷൻ കൊടുക്കണം. ഇങ്ങനെയാണ് യൂണിറ്റിയും ആന്റി ഗ്രാവിറ്റിയും തമ്മിൽ MCP ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ടൂളുമായി ആന്റി ഗ്രാവിറ്റി MCP ഉപയോഗിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളിങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതായത് ആന്റി ഗ്രാവിറ്റിയും ബ്ലെൻഡറും കണക്ട് ചെയ്ത് 3D മോഡൽസ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ക്ലൗഡ് എയും യൂണിറ്റിയും കണക്ട് ചെയ്ത് ഗെയിംസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ ടൂളിനെ കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഡീപ്പായി അറിഞ്ഞിട്ടോ അല്ല, ജസ്റ്റ് കണക്ട് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്താണ്. എന്നാൽ ഈ ടൂൾസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. ബട്ട് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് കണക്ഷൻ ആണ്. കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. MCP മോഡൽ കണ്ടക്സ്റ്റ് പ്രോട്ടോകോൾ, ഇതാണ് നമ്മുടെ AI ടൂളും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലെൻഡർ, ഫിഗ്മ, യൂണിറ്റി ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. 2024 ആന്ത്രോപിക് ആണ് ഈ ഒരു MCP പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഡെമോ പോലെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ യൂണിറ്റി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിറ്റിയും ആന്റി ഗ്രാവിറ്റിയും എങ്ങനെ MCP ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. MCP for യൂണിറ്റി എന്ന് സെർച്ച് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഗിറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റാളേഷൻ ലിങ്ക് കിട്ടും, അതും കോപ്പി ചെയ്യണം. എന്നിട്ട് യൂണിറ്റിയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ വിൻഡോക്കകത്ത് പാക്കേജ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് പാക്കേജ് മാനേജർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇൻസ്റ്റാൾ